ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ അടുക്കളയ്ക്ക് വന്നു. പിന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അപ്പവും പിന്നെ ഇന്നലത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അടുക്കളയ്ക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കാക്കൂല്ല, അതുപോലെ വലിയ മോനില്ല, ആരും ഇല്ല. അപ്പോൾ ഒരുപാട് ഐറ്റമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു റൈസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ അതിക്ക് സൈഡ് ഡിഷായിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത് തൈര് ഇതില്ലേ, നമ്മളെ ഉള്ളി ഒക്കെ ഇട്ടിട്ട് തൈര് ചട്നി അങ്ങനെയും പറയും ചിലവർ, കച്ചമ്പർ കറിയും ചെല്ലാസ് കറി അങ്ങനെയൊക്കെ ഓരോരുത്തരും ഓരോ ഭാഷയിൽ പറയും. അപ്പോൾ അതൊന്നും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ചോറിനായിട്ട് ഞാനൊരു 4 തക്കാളി നല്ല തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 ഗ്ലാസ് അരി എടുത്ത് വെച്ചിരിക്കണം. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് തോല് കളഞ്ഞെടുക്കണം കേട്ടോ. തോല് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ചെയ്യുന്നത്. ചിലവർ തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ തക്കാളി അങ്ങനെ കട്ട് ചെയ്ത് ഇടാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എഴുതിയിട്ട് അപ്പോൾ ആദ്യം തക്കാളിയുടെ തോലൊക്കെ ഒന്ന് കളയണം കേട്ടോ. എന്നിട്ട് ആ പൾപ്പ് മാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ ഇത് മാത്രം എടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സിയിൽ കറക്കിയെടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതവിടെ മിക്സിയിലൊക്കെ അടിച്ച് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാന് വെക്കാം, അത് ചൂടാകുക. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ പാനൊക്കെ കുറച്ച് നെയ്യ് ആകെയുള്ള നെയ്യ് ഇതായിരുന്നു കേട്ടോ. നെയ്യ് കഴിഞ്ഞിക്കണം. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ഉണ്ടാക്കണ്ട എഴുതിയിട്ട്, അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ നമ്മൾ തക്കാളി ചോറിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടീൻ്റെ അവസ്ഥ കണ്ടില്ല, ആകെ പുള്ളിയും കുത്തായിട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഈ പാനിൽ ഞാൻ മീൻകറി വെച്ചിരുന്നു കേട്ടോ. ഈ പുളിൻ്റെ കറികളൊക്കെ വെക്കുമ്പോൾ തട്ടിയിട്ടാട്ടത് ഇങ്ങനെ ആയിരിക്കണത്. പുതിയ ചട്ടിയാണ് വാങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ 2 പട്ടയും ഗ്രാമ്പും അതുപോലെ ഏലക്കായൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് കൂട്ടാനും ഇതൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കണം, നമ്മൾ ബാച്ചിലറായിട്ടൊക്കെ താമസിക്കണം, ജോലിക്കൊക്കെ പോയി കഴിയുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അടിപൊളി റൈസാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അതിക്ക് തൈരുണ്ടെങ്കിൽ ഉഷാറായി. വേറെ ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിൻ്റെ ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അപ്പോൾ രണ്ടും ഒരുപോലെ മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ്സിന് അരിക്ക് നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ഇവിടെ ഒരു പാത്രത്തിൽ അളന്ന് വെക്കുകയാണ് കേട്ടോ. അരി കഴുകിയിട്ടൊന്ന് ഇങ്ങനെ നമ്മൾ ഊറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട ഇതുണ്ടല്ലോ, അതുകൊണ്ട് നല്ല വാടിയതിന് ശേഷം നമ്മളത് അരച്ച് വെച്ച തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് മുളക് പൊടി കേട്ടോ. അത് 1 സ്പൂണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ സ്പൂണുണ്ടല്ലോ അതിന് ആണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് മസാലപ്പൊടികളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഒരു കുത്തൽ വരും, പെട്ടെന്നൊരു മടുപ്പ് തോന്നും കേട്ടോ. പിന്നെ നമ്മളൊരു വെറൈറ്റി സംഭവം ചേർക്കുന്നത് നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ മാഗി ക്യൂബാട്ടോ. അപ്പോൾ ഈ തക്കാളി ചോറിൽ ആരും തന്നെ ഇതുവരെ മാഗി ക്യൂബൊന്നും ചേർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ കേട്ടോ, എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലല്ലേ ഓരോന്നൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ഒന്ന് മസാലകളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ നമ്മൾ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും ഇത് ഒരെണ്ണം ഇട്ട് കൊടുത്തത് കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ, ഉപ്പൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് തിള വരട്ടെ കേട്ടോ.
അങ്ങനെ ദാ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ മസാല കെട്ട ഈ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് തിളച്ച് വന്നിക്കണ്. അപ്പോൾ അതാ നമ്മൾ ഊറ്റി വെച്ച 2 ഗ്ലാസ് അരി ഉണ്ടല്ലോ അതും കൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ ആയി കിട്ടും. ഒരുപാട് വെള്ളം ഏറുമില്ല കമ്മിയാകൂല കേട്ടോ. ചോറൊക്കെ വെന്ത് നല്ല പാകമായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും അത് സെറ്റ് ആവട്ടെ കേട്ടോ. അങ്ങനെ ദാ നമ്മളെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചൂട് ആറുമല്ലോ തണുക്കുമ്പോൾ നല്ല റൈസൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ തക്കാളി ചോറ് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ മാഗി ക്യൂബിൻ്റെ ഒക്കെ ഇട്ടപ്പോൾ നല്ലൊരു രസമുള്ളൊരു മണം കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തക്കാളി ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണമൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ ഇങ്ങനെ എടുത്ത് കളയുന്നതിനും നല്ലതാണ് കേട്ടോ. തക്കാളി കണ്ടാൽ അത് പെറുക്കി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് വലിച്ചെറിയല്ലോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം. തക്കാളിയൊന്നും വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ തക്കാളി ചോറ് അങ്ങോട്ട് റെഡി ആയിക്കണ്. ഇനി നമുക്ക് അതിലേക്കുള്ള തൈര് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല നാടൻ തൈരാണ് കേട്ടോ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ താമസിക്കണ ഇവിടുത്തെ ഓണർക്ക് ഫാം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാലും തൈരും മോരും പറഞ്ഞാൽ എല്ലാ സംഭവവും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാട്ടൊന്ന് തൈര് വാങ്ങിച്ചത് നല്ല നാടൻ തൈരായിരുന്നു. അപ്പോൾ അതാ ഞാൻ കുറച്ച് ക്യാരറ്റും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ടിക്കണ്. പിന്നെ പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പച്ചമുളക് പറ്റേ കഴിഞ്ഞിക്കണ്. അപ്പോൾ ഞാൻ പച്ചമുളക് ഒഴിവാക്കി. അപ്പോൾ അതാ കുറച്ച് ക്യാരറ്റും ഇട്ടിക്കണം. അപ്പോൾ നമ്മുടെ ഇതും തൈര് ചട്നി റെഡി ആയിട്ടോ. പിന്നെ ഇനി ഇതാ നമുക്ക് കുറച്ച് പപ്പടം പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പപ്പടം ഇതിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല എനിക്ക് നിർബന്ധം കേട്ടോ. ഞാൻ തക്കാളി ചോറ്റിക്കായാലും ബിരിയാണിക്കായാലും ഇവിടെ പപ്പടം വേണം കേട്ടോ. അതാണ് ഇഷ്ടം. അങ്ങനെ അതാ നമ്മളെ അടിപൊളി തക്കാളി ചോറുണ്ട് റെഡിയായി. നമ്മൾ ഇതാ കഴിക്കാൻ പോവുകയാണ്. ഒരു പപ്പടവും കൂട്ടി പിന്നെ അതാ കുറച്ച് തൈരൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കുകയാണ്. പിന്നെ അതാ കുറച്ച് മാങ്ങ പഴുത്തുണ്ടായിരുന്നു കേട്ടോ. അതും കഷ്ണാക്കി അവിടെ വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ചോറൊക്കെ തിന്നിട്ട് അതൊന്ന് കഴിക്കാം കേട്ടോ മാങ്ങ. അപ്പോൾ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.